നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നയത്തിനും തീരുമാനത്തിനും വിരുദ്ധമായി താൻ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും യുഡിഎഫിന്റെ പിന്തുണ തേടുകയും ചെയ്യുമെന്ന് പത്രസമ്മേളനം നടത്തി പറയുകയും ചെയ്തത് തികഞ്ഞ സംഘടനാ വിരുദ്ധമായ നടപടിയാണ്. ഇത് കണക്കിലെടുത്തുകൊണ്ട് ഗോവിന്ദ മാഷെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിനു വേണ്ടി ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുകയും ആ തീരുമാനത്തിന് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞത് ജില്ലാ സെക്രട്ടേറിയറ്റിനകത്ത് ഒട്ടുമിക്ക ആൾക്കാരും പി കെ ശാമയുടെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തു എന്നാണ് പറഞ്ഞത്. പി ജയരാജൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അടക്കം വിമർശനം ഉന്നയിച്ചെന്ന് പറഞ്ഞത്. അതിലൊരു വസ്തുതയില്ല. ഈ ടി കെ ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ വഞ്ചനയാണ് കാട്ടിയത്. അദ്ദേഹം വിവിധ പദവികൾ അലങ്കരിച്ചതിനെ കുറിച്ചുകൂടെ പറഞ്ഞല്ലോ. അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാകണമെന്നുള്ള മോഹത്താൽ ഇപ്പോൾ കോൺഗ്രസുമായി ചേർന്ന് രാഷ്ട്രീയ വഞ്ചന നടത്തുന്ന പരിതസ്ഥിതിയിലാണ് ഇതുപോലെയുള്ള പാർട്ടി വിരുദ്ധ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. അദ്ദേഹം പറഞ്ഞല്ലോ ഹാപ്പിനെസ് ഫെസ്റ്റ്. ആ ഹാപ്പിനെസ് ഫെസ്റ്റ് അഴിമതിയും കൊള്ളരുതായ്മകളും നടന്നതായി അദ്ദേഹം പറഞ്ഞല്ലോ. 3 വർഷമാണ് ഹാപ്പിനെസ് ഫെസ്റ്റ് നടത്തിയത്. ഹാപ്പിനെസ് ഫെസ്റ്റ് നടത്തുന്നത് ആ മണ്ഡലത്തിലെ ജനപ്രതിനിധികളുടെ ഒരു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഒരു സംഘാടക സമിതിയാണ്. എല്ലാ രാഷ്ട്രീയത്തിലും പെട്ടവർ അതിലുണ്ട്. അവരുൾക്കൊള്ളുന്ന സംഘാടക സമിതി നടത്തുന്ന ഹാപ്പിനെസ് ഫെസ്റ്റ് 2023-24, 2024-25 മൂന്നാമത്തെ വർഷത്തത് 2025-26 അത് വേണം. ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓഡിറ്റ് ചെയ്ത കണക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരിശോധിച്ച് ആ ചാർട്ടേഡ് അക്കൗണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അയച്ചു കൊടുത്ത് ഇൻകം ടാക്സ് റിപ്പോർട്ട് ഇൻകം ടാക്സിന് അയച്ചു കൊടുത്ത റിട്ടേണ് അക്നോളജ് ചെയ്ത സർട്ടിഫിക്കറ്റാണ്. വിരോധം വെച്ചു പുലർത്തുന്ന വല്ലവരും ഉണ്ടോ എന്ന് പറയാൻ കഴിയില്ല. ഹാപ്പിനെസ് ഫെസ്റ്റ് എങ്ങനെ വന്നാലും ഒരു നല്ല വിജയമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞു. അതായത് കണ്ണൂരിൽ തുടരെ ഇപ്പൊ 2 ജില്ലാ നേതാക്കൾ ക്രമക്കേട് പാർട്ടിയിൽ അഴിമതി ആരോപിച്ച് പുറത്തു പോകുന്നു. നേരത്തെ ജെയിംസ് മാത്യു ഒരു സജീവ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായിരുന്നു. പ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ CKP പത്മനാഭനും സംസ്ഥാന തലത്തിൽ നടന്ന നേതാവാണ് പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. ഇങ്ങനെ ഇതെല്ലാം ഒറ്റപ്പെട്ട പ്രശ്നങ്ങളായാണ് കാണുന്നത്. കണ്ണൂർ പോലെ CPM ഏറ്റവും ശക്തിയുള്ള ഒരു ജില്ലയിൽ എന്താ സംഭവിക്കുന്നത്? അല്ല, അതിലെല്ലാം ഓരോന്നിനും വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളാണ്. ഒന്ന്, നമ്മുടെ ടി കെ ഗോവിന്ദൻ മാഷുള്ളത് സ്വയം സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ടുള്ള മോഹത്താൽ ഉണ്ടായ രാഷ്ട്രീയ വഞ്ചനയാണ്. എന്നാൽ അതൊന്നുമല്ല മറ്റ് ചിലരുടെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പ്രശ്നം. കുഞ്ഞികൃഷ്ണന്റെ പ്രശ്നം എന്താ? മധുവിരോധമാണ്. CKP പാർട്ടിയിൽ ആരോഗ്യം അനുവദിക്കാതിരുന്നിട്ടുകൂടി അവിടെ പഴയങ്ങാടിയിലും മാടായേറിയിലും നടക്കുന്ന എല്ലാ പരിപാടികളിലും പാർട്ടിയോടൊപ്പമാണ്. ഇപ്പൊ ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ പൂർണ്ണമായി അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിലുണ്ടാവും. അതുകൊണ്ട് എല്ലാവരെയും നിങ്ങൾ ഒരുപോലെ അളക്കരുത്. അതായത് ഇപ്പോൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ടി കെ ഗോവിന്ദനൊക്കെ അധികാര ഭ്രമം ബാധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. പാർട്ടിയുടെ ഇത്രയും കാലത്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് തന്നെ അദ്ദേഹം ഏകദേശം ഒരു 10 വർഷത്തിലൊക്കെ മുകളിലായി എന്നാണ് തോന്നുന്നത്. അപ്പോൾ അത്രയും അധികം പാരമ്പര്യമുള്ള നേതാവിന് പോലും അധികാര ഭ്രമം ബാധിച്ചത്, ഈ പാർലമെന്ററി വ്യാമോഹം ബാധിക്കുന്നത് തിരിച്ചറിയാൻ പാർട്ടിക്ക് കഴിയുന്നില്ല. സ്വാഭാവികമായി അതൊരു പാർട്ടിക്കകത്ത് ഇതൊരു പരിശോധനയ്ക്ക് വിധേയമാക്കണം. തീർച്ചയായും MP ജയരാജന് പാർലമെന്ററി വ്യാമോഹം വരാതിരിക്കാനുള്ള ജാഗ്രത പാർട്ടിയിൽ ഉണ്ടാവണം. അത് ജയരാജനും ശ്രദ്ധിക്കണം, ഒപ്പം പാർട്ടിയും ശ്രദ്ധിക്കണം. തീർച്ചയായും അതിന്റെ ഭാഗമാണ് സംഘടനാപരമായ പരിശോധനകൾ ഞങ്ങൾ നടത്തുന്നത്. ജയരാജ പയ്യന്നൂരിൽ വ്യക്തിവിരോധം എന്ന് പറഞ്ഞ്
വി കുഞ്ഞികൃഷ്ണന്റെ കണക്കുകൾ ഓരോന്നും ജില്ലാ കമ്മിറ്റി സെക്രട്ടറി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. പക്ഷേ ആ കണക്കുകളെല്ലാം ശരിയെന്ന് പറയുന്നത് ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹത്തെ പുറത്തു പോയെങ്കിൽ പോലും ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് എന്ന് പറയുന്നത് അവതരിപ്പിച്ച എല്ലാ കണക്കുകളും ക്രമക്കേടുകളും വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതാണ് ശരിയെന്ന്. അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ പയ്യന്നൂരിൽ കൂടുതൽ അസംതൃപ്തരായ നേതാക്കൾ ഇപ്പോഴും ഏരിയ കമ്മിറ്റിയിൽ നിന്നടക്കം കൂടുതൽ പേർ പുറത്തേക്ക് പോകുമെന്നും പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പാർട്ടി എങ്ങനെ കാണുന്നത്? പ്രത്യേകിച്ചും ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വന്ന് ഞാൻ പറഞ്ഞത് അതാണ് പല്ലിൽ കുത്തി നാറ്റിക്കൽ. ഇതേ ഗോവിന്ദൻ മാസ്റ്റർ അവിടെ പോയിട്ട് പാർട്ടി സഖാക്കളോട് പറഞ്ഞു, പാർട്ടി എടുത്ത തീരുമാനവും സംഘടനാപരമായ കാര്യങ്ങളും, എന്നിട്ട് കണക്കും അദ്ദേഹം കമ്മിറ്റിയിൽ പറഞ്ഞു തികച്ചും ശരിയാണ്. എന്നിട്ട് ഇപ്പൊ പറയുന്നു അദ്ദേഹം കോൺഗ്രസിൽ പോകാൻ വേണ്ടിയിട്ട് കോൺഗ്രസുകാർക്ക് വിശ്വാസം വരാൻ ഇപ്പോൾ കണക്ക് തെറ്റാണ്. ഉണ്ടാവില്ല. ജെയിംസ് നടത്തിയതെന്താ? കുട്ടികൾക്കെല്ലാം വിദ്യാർത്ഥി പ്രവേശനം കിട്ടണം. അവിടെ ഇത് രണ്ട് വിഷയമാണ്. അല്ല, അതിനകത്ത് ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയിംസ് മാത്യുവിന്റെ പ്രശ്നത്തിൽ എഫ്ഐആറിൽ പേരുണ്ട്. ജെയിംസ് മാത്യുവിന്റെ മരണത്തിനിടയാക്കിയ ശശിധരൻ മാസ്റ്ററുടെ ആത്മഹത്യാ കുറിപ്പിലടക്കം ജെയിംസ് മാത്യുവിന്റെ പേര് രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ പി ദിവ്യയുടെ കേസിനകത്തും പി ദിവ്യയുടെ ഒരു ഭാഗം ഇപ്പൊ ജയരാട്ടൻ പറയുന്ന ആ പരിപാടിയിൽ പങ്കെടുത്ത് നടത്തിയ പ്രസംഗം അത് ന്യായീകരിക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷെ അതേസമയം തന്നെ പി ദിവ്യ പറഞ്ഞ ആരോപണങ്ങൾ ശരിവെക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഇപ്പോഴും പാർട്ടി കാണുന്നില്ല എന്നുള്ള ഒരു അല്ലല്ല, അതിലൊരു തർക്കമില്ല. അതിൽ അന്വേഷണം പൂർണ്ണമായി മുന്നോട്ട് പോകണം. ഇപ്പൊ തുടരന്വേഷണത്തിനൊരു ഉത്തരവിറക്കിയിട്ടുണ്ട്. മാത്രമല്ല പി ദിവ്യയുടെ പ്രശ്നത്തിൽ നിയമപരമായ എല്ലാ സാധ്യതയും തേടുകയും ചെയ്യുന്നുണ്ട്. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അല്ല, അതിനകത്ത് രണ്ട് ഇരട്ട നീതിയാണ്. ഇരട്ട നീതിയേ ഇല്ല. ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ, നിങ്ങളെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കണം. ചിലരെല്ലാം തെറ്റായിട്ടൊക്കെ പോകുന്നു. അങ്ങനെ പാടില്ല. എന്താ ജെയിംസ് നടത്തിയത്? പ്രിൻസിപ്പൽ എല്ലാവരും ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടത്തക്ക നിലയിൽ പ്രവർത്തിക്കണം. സർക്കാരിന്റെ നയ അതാണ് PTA പറയുന്നത്. ഇത് രണ്ടും ഒന്നാകുന്ന എങ്ങനെയാണ്? രണ്ടിനകത്തും ആത്മഹത്യാ പ്രേരണ എല്ലാം രണ്ടും എങ്ങനെയാ ഒന്നാവുന്നത്? രണ്ടിനകത്തും കുറ്റം ആത്മഹത്യാ രണ്ടും എങ്ങനെയാ ഒന്നാവുന്നത്? പോലീസ് എഫ്ഐആർ രണ്ടിലും ഒരേ ജെയിംസ് അല്ലല്ല, ഒരേ വകുപ്പ് എന്ന് പറഞ്ഞാൽ ആത്മഹത്യാ ശരിയാവില്ല. പ്രേരണ എന്നെ കേസിൽ പ്രതിയാക്കി MP രാഘവനെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും കൊല്ലാൻ നോക്കിയിട്ട് ഞാൻ ഒരു പങ്കും വഹിച്ചില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ പത്മനാഭൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിൽ വന്നത്. അപ്പൊ രണ്ട് സാഹചര്യമാണ്. അതുകൊണ്ട് നിങ്ങളതിനെ രണ്ടും ഒന്നാണെന്ന് പറഞ്ഞ് ഒരു FIRന്റെ സാങ്കേതികത്വത്തിൽ പിടിച്ചു നിന്നാൽ കഴിയാണ്.